അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് അറിവും നീതിയും അത്ഭുതങ്ങളും നിറഞ്ഞ മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഒരിക്കൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ ഒരു പരാതി എത്തി. ഒരാളുടെ ആട്ടിൻകൂട്ടം മറ്റൊരാളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശനഷ്ടം വരുത്തി. തോട്ടമുടമയാണ് പരാതിയുമായി എത്തിയത്. ആടുകളെ താങ്കൾ എടുത്തോളൂ, ദാവൂദ് നബി അലൈഹി ഇസ്ലാം കേസിൽ വിധി പറഞ്ഞു. എന്നാൽ വിധി കേട്ട അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മറ്റൊരു അഭിപ്രായം പറഞ്ഞു. നശിപ്പിക്കപ്പെട്ട മുന്തിരിത്തോട്ടം പൂർവാവസ്ഥയിലെത്തും വരെ ആടിൻ്റെ ഉടമ കൈവശം വെക്കട്ടെ. അതുവരെ ആടുകളെ തോട്ടമുടമ നോക്കുകയും അവയിൽ നിന്നുള്ള വരുമാനം അയാൾ എടുക്കുകയും ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവം കേട്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാം വിസ്മയിച്ചു. അദ്ദേഹം അത് നടപ്പാക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. ബനു ഇസ്രായേലിൽ രാജപദവിക്കൊപ്പം പ്രവാചകത്വവും നിരവധി ദിവ്യ ദൃഷ്ടാന്തങ്ങളും ലഭിച്ച മറ്റൊരു ദൂതനായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് നിരവധി സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ ദൂതന് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളിലൊന്നായിരുന്നു പക്ഷിമൃഗാദികളുടെ സംസാരം ഗ്രഹിക്കാനുള്ള കഴിവ്. അതോടൊപ്പം മല്ലന്മാരായ ജിന്നുകളെയും കാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലും ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഴികാട്ടിയായ ഹുദ്ഹുദ് പക്ഷി അദ്ദേഹത്തിനൊരു വിവരം നൽകുന്നുണ്ട്. യമനിലെ സബയിൽ ഒരു രാജ്ഞി നാട് ഭരിക്കുന്നുണ്ട്. അവരുടെ ജനത സൂര്യനെയാണ് ആരാധിക്കുന്നത് എന്നായിരുന്നു വിവരം. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. നമ്മുടെ നാട്ടിൽ സൂര്യാരാധകരോ? വൈകാതെ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹുദ്ഹുദ് പക്ഷിയുടെ കയ്യിൽ ഒരു സന്ദേശം അയച്ചു. അദ്ദേഹം രാജാവ് മാത്രമാണോ അതോ ഒരു ദൈവദൂതനും കൂടിയാണോ എന്ന് പരീക്ഷിക്കാൻ രാജ്ഞി ഒരു സമ്മാനം കൊടുത്തയക്കുന്നുണ്ട്. അത് മടക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരു പ്രവാചകനും കൂടിയാണ്. വൈകാതെ അവർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലെത്തുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഉറുമ്പുകളുടെ സംസാരം മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ സൈന്യവുമായി നീങ്ങവേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉറുമ്പുകളുടെ സഞ്ചാര വഴിയായ ഒരു താഴ്വരയിലെത്തുന്നുണ്ട്. സൈന്യത്തെ കണ്ട് ഭയന്ന ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞു, സുലൈമാൻ്റെ സൈന്യം ചതച്ചരക്കും മുമ്പ് ഉറുമ്പുകളെ നിങ്ങൾ മാളങ്ങളിൽ പ്രവേശിക്കൂ. ഉറുമ്പുകളുടെ ആ സംസാരം തിരിച്ചറിഞ്ഞ അദ്ദേഹം പുഞ്ചിരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. കാറ്റിനെ കീഴ്പ്പെടുത്താനും ലോഹങ്ങളെ അധീനപ്പെടുത്താനും അള്ളാഹുവിൻ്റെ അനുമതിയോടെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഇച്ഛിക്കുന്നിടത്തേക്ക് കാറ്റിനെ വഴിതിരിച്ചിരുന്നു. എല്ലാ കഴിവുകളും നൽകപ്പെട്ടിട്ടും തൻ്റെ നാഥന് നന്ദിയർപ്പിച്ചും പ്രാർത്ഥനകളുമായും സദാ കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന് നാം മരണം വിധിച്ചു. ചിതൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി അവർക്ക് വിവരം നൽകിയത്. ചിതൽ അദ്ദേഹത്തിൻ്റെ വടി തിന്നുകൊണ്ടിരുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജിന്നുകളെ കൊണ്ട് ഒരു മാളിക നിർമ്മിക്കുകയായിരുന്നു. അദ്ദേഹം സദാ അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്നു. വടിയിൽ ഊന്നിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിൽപ്പ്. ഇതിനിടെ മരണത്തിൻ്റെ മാലാഖ അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടികൂടി. ഇതു പക്ഷേ ജിന്നുകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ഊന്നുവടി ചിതലുകൾ തിന്ന് നശിപ്പിച്ചപ്പോൾ മൃതദേഹം മറിഞ്ഞു വീണു. അപ്പോഴാണ് അവർ അദ്ദേഹം മരണപ്പെട്ടതായി അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെ ഒരു ചുരുക്കം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കേട്ടത്. ഇതുപോലെയുള്ള മറ്റു പ്രവാചക സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.